എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീട്ടിൽ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻവെർട്ടറും അതിൻ്റെ C20 ബാറ്ററിയും എങ്ങനെ സോളാറിലേക്ക് ഡയറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നതിൻ്റെ കാൽക്കുലേഷൻസ് ആണ് ഇന്ന് കാണാൻ പോകുന്നത്. ഇപ്പോൾ C20 റേറ്റിംഗ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ഒരു ബാറ്ററി ഫുൾ ചാർജ് ആയിരിക്കുമ്പോൾ 20 മണിക്കൂർ കൊണ്ട് ഒരു കോൺസ്റ്റന്റ് കറണ്ടിൽ ഡിസ്ചാർജ് ചെയ്ത് 10.5 വോൾട്ട് വരെ ആക്കുന്ന ഒരു ടെസ്റ്റാണത്. അതിനകത്ത് ആ ബാറ്ററിയുടെ വാറണ്ടി ഒരു സൈക്കിൾ ലൈഫൊക്കെ അനുസരിച്ചായിരിക്കും ആ ഒരു റേറ്റിംഗ് വച്ചിരിക്കുന്നത്. ഇപ്പോൾ C20 ബാറ്ററി 150 AHൻ്റെ ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ അത് 7.5 ആംപിയർ ആണ് അതിൻ്റെ C20 റേറ്റിംഗിലുള്ള കറണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കത് ഡിസ്ചാർജ് ചെയ്യാനും ചാർജ് ചെയ്യാനും വളരെ കൂടുതൽ കറണ്ടിൽ ഡിസ്ചാർജ് ചെയ്യാനും ചാർജ് ചെയ്യാനും കഴിയും. 150 AHൻ്റെ ഒരു C20 ബാറ്ററിയുടെ 20% AH കപ്പാസിറ്റിയിലുള്ള കറണ്ട് വരെ നമുക്ക് അതിനകത്തുനിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യാം എന്നാണ് പല കമ്പനികളും പറയുന്നത്. അതായത് 30 ആംപിയർ വരെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. അത് വാട്ടിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 360 മുതൽ 390 വാട്ട്സ് വരെ നമുക്ക് കണ്ടിന്യൂസ് ഡിസ്ചാർജ് ചെയ്താലും ബാറ്ററിക്ക് കുഴപ്പമൊന്നും പറ്റില്ല എന്നാണ് കമ്പനികൾ പറയുന്നത്. അപ്പോൾ 2 ബ്രഷ്ലെസ് DC ഫാനും ഒരു 4 LED ബൾബും, അതായത് 100 വാട്ട്സ് കറണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ലാതെ. പിന്നെ ഒരു കുറച്ച് സമയത്തേക്ക് 0.3 ടൈംസ് അതിൻ്റെ കപ്പാസിറ്റി നമുക്ക് യൂസ് ചെയ്യാം, കുറച്ച് സെക്കൻഡുകളിലേക്ക് മാത്രം. അതായത് 540 മുതൽ 900 വാട്ട്സ് വരെ നമുക്കൊരു മിക്സിയോ, ചെറിയ 500 വാട്ട്സിൻ്റെ മിക്സിയോ 550 വാട്ട്സിൻ്റെ മിക്സിയോ ഒക്കെ ഉപയോഗിക്കാം കുറച്ച് സമയത്തേക്ക്. പിന്നെ ഇനി നമുക്ക് എത്ര ആംപിയറിൽ ചാർജ് ചെയ്യാമെന്ന് നോക്കാം. സാധാരണ 10 മുതൽ 15% വരെ ഏജ് കപ്പാസിറ്റിയിൽ നമുക്കത് ചാർജ് ചെയ്യാമെന്നാണ് കമ്പനികൾ പറയുന്നത്. അതായത് 15 ആംപിയർ മുതൽ 22.5 ആംപിയർ വരെ നമുക്ക് ചാർജ് ചെയ്യാം. ഇതിൽ ചാർജ് ചെയ്താൽ 80% ചാർജ് ആവാനായിട്ട് 5.5 മണിക്കൂർ എടുക്കുമെന്നാണ് കാൽക്കുലേഷൻ കാണിക്കുന്നത് 150 AH ബാറ്ററിക്ക്. ഇതിൻ്റെ സോളാർ പാനൽ എത്ര കണക്ട് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ 22.5 ആംപിയറിൽ ചാർജിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിന് 315 വാട്ട്സ് വരെ ഉള്ള സോളാർ പാനൽ നമുക്ക് അതിനകത്ത് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വെയിലിൻ്റെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 400-450 വാട്ട്സ് പാനൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഒരു 315 വാട്ട്സ് ചാർജ് ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പോൾ ഒരു MPPT ചാർജ് കൺട്രോളർ ഉണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ചാർജിങ് കറണ്ട് 25 ആംപിയറിലോ 30 ആംപിയറിലോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. PWM ചാർജ് കൺട്രോളറാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ 12 വോൾട്ടിൻ്റെ സോളാർ പാനൽ വാങ്ങിക്കേണ്ടി വരും. പക്ഷേ സോളാർ പാനലിന് വില കൂടുതലായിരിക്കും 12 വോൾട്ടിൻ്റെ. അതിനേക്കാളും നല്ലത് 24 വോൾട്ടിൻ്റെ സാധാരണ നോർമൽ സോളാർ പാനൽ വാങ്ങിച്ചിട്ട് ഒരു ചെറിയ MPPT ചാർജ് കൺട്രോളർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഇത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ സോളാർ പാനൽ യൂസ് ചെയ്യാം. പിന്നെ ചാർജിങ് കറണ്ട് 25 ആംപിയർ തന്നെ സെറ്റ് ചെയ്യാൻ നോക്കുക ആദ്യം. പിന്നീട് ബാറ്ററിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, അധികം ചൂടാവുന്നില്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഒരു 30 ആംപിയറിലൊക്കെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ MPPT ചാർജ് കൺട്രോളർ പലതിലും നമുക്ക് ഇത് ചാർജിങ് കറണ്ട് സെറ്റ് ചെയ്യാൻ കഴിയും. അതിനനുസരിച്ചുള്ള ഒരു MPPT ചാർജ് കൺട്രോളർ നോക്കി വാങ്ങുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്യാൻ ഉള്ള ഒരു സംവിധാനം മിക്കവാറും സാധാരണ ഇൻവെർട്ടറുകളിൽ കാണണമെന്നില്ല. അതുകൊണ്ട് ഒരു സെപ്പറേറ്റ് ഡിവൈസ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ MPPT ചാർജ് കൺട്രോളറിൽ നമുക്കൊരു ചേഞ്ച് ഓവർ ഒരു ഒരു സെറ്റിംഗ് ഉണ്ട്. അതായത് സോളാറിൽ നിന്ന് നേരിട്ട് KCBയിലേക്ക് ചേഞ്ച് ആവുന്ന ഒരു സെറ്റിംഗ്. അത് ഒരു 11-11.5 വോൾട്ടിൽ ഈ ബാറ്ററി സെറ്റ് ചെയ്ത് ബാറ്ററി വോൾട്ടേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 100-150 വാട്ട്സിലുള്ള എക്യുപ്മെൻറ്റ്സ്, അതായത് രാത്രിയിൽ 2 ഫാനോ 2 ലൈറ്റോ ഫുൾ ടൈം യൂസ് ചെയ്യാൻ കഴിയും. അടുത്ത ദിവസം ഈ ബാറ്ററി സോളാറിൽ നിന്ന് ഫുൾ ചാർജ് ആയിക്കോളും. ഈ C20 ബാറ്ററിയുടെ സ്ഥാനത്ത് C10 ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഡിസ്ചാർജിങ് 100 വാട്ട്സ് 150 വാട്ട്സ് എന്ന് പറഞ്ഞല്ലോ, അതിന് പകരം നമുക്ക് ഒരു 300, 350, 400 വാട്ട്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ വീട്ടിലെ സാധാരണ ഇൻവെർട്ടർ C20 ബാറ്ററിയും സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുള്ളവർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അത് സ്റ്റഡി ചെയ്യുക. പിന്നെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.